മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യമെന്ന് മനസ്സിലാകുന്നു. കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും എങ്ങനെ ഓർത്തെടുക്കാം? ലക്ഷ്മി, ഇന്ന് പുലർച്ചെയാണ് മുൻമന്ത്രി ടി.എച്ച്. മുസ്തഫയുടെ അന്ത്യം സംഭവിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. നേരത്തെ എറണാകുളത്തെ വാഴക്കുളം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിൽ അംഗമായി വരുന്നത്. പിന്നീട് കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. ദീർഘനാള് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം വലിയൊരു സ്ഥാനം തന്നെയാണ് വഹിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാറ്റും. പിന്നീട് വീട്ടിൽ ഒപ്പം തന്നെ ആലുവയിലടക്കം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇന്ന് ഈ സംസ്കാര ചടങ്ങിലേക്ക് കടക്കുക. ലക്ഷ്മി, മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ടി.എച്ച്. മുസ്തഫ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായിരുന്നു. കിരൺ, ഇദ്ദേഹത്തിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളം എങ്ങനെ അതിൽ പ്രതികരിക്കുന്നു? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തെ ഓർത്തെടുക്കൽ, അങ്ങനെ പ്രതികരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ലക്ഷ്മി, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ യുവാവായിരിക്കുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നതാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് 1977 അദ്ദേഹം ആലുവയിൽ നിന്ന് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 1978 കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം കെ കരുണാകരനൊപ്പം ചേർന്നുകൊണ്ട് ഐ ഗ്രൂപ്പിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കണ്ടത്. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും അദ്ദേഹം ആലുവയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതായത് 1978 അദ്ദേഹം വീണ്ടും ആലുവയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം പരാജിതനാകുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. അന്ന് ആലുവയിൽ നിന്ന് എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി അത്തരത്തിൽ ഒരു കോൺഗ്രസിന്റെ ഈ പിളർപ്പും ഒപ്പം തന്നെ ഈ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പരാജയം പിന്നീട് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും രാഷ്ട്രീയ രംഗത്ത്, അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഏതായാലും ടി.എച്ച്. മുസ്തഫ. അദ്ദേഹം പിന്നീട് ഈ ആലുവയിൽ നിയമസഭയിൽ നിന്ന് തന്നെ പലതവണ അദ്ദേഹം മത്സരിച്ചു. പിന്നീട് അദ്ദേഹം നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം വാഴക്കുളം മണ്ഡലം, അതായത് ആലുവയ്ക്ക് തൊട്ടടുത്തുള്ള വാഴക്കുളം മണ്ഡലത്തിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. വളരെ നീണ്ട കാലത്ത് ഒരു രാഷ്ട്രീയ ചരിത്രം തന്നെ ടി.എച്ച്. മുസ്തഫയ്ക്കുണ്ട്. പിന്നീട് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നു. പിന്നീട് പലതവണ അദ്ദേഹം നിയമസഭയിലേക്ക് അംഗമാകുന്നു. ഇത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ടി.എച്ച്. മുസ്തഫ. ലക്ഷ്മി, അതുമാത്രമല്ല, ഈ ചില അഭിപ്രായ പ്രകടനങ്ങൾ അതിപ്പോൾ പാർട്ടിക്കുള്ളിലെ നേതാക്കളോടായെങ്കിൽ പോലും തുറന്നു പറയുന്നതിലും അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല എന്നുകൂടി, പലപ്പോഴും അതൊക്കെ വിമർശന വിധേയമായിട്ടുണ്ടെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങളെങ്കിലും തുറന്നു പറയുന്നതിൽ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല എന്നുകൂടി ഓർത്തെടുക്കണം കിരൺ. ലക്ഷ്മി, ഈ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടുകൂടി വളരെയധികം ശ്രദ്ധേയനായ ഒരു നേതാവാണ് ടി.എച്ച്. മുസ്തഫ. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച 1977 അദ്ദേഹം ആദ്യമായിട്ട് ആലുവയിൽ നിന്ന് മത്സരിക്കുന്നത്. പിന്നീട് 1978 അദ്ദേഹം വീണ്ടും മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിനെതിരായിട്ട് നിന്നത് അന്ന് ഈ ഗ്രൂപ്പ് പോര്, അതായത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പരാജയം പിന്നീട് ആലുവയിൽ കാണുന്നത്. ആലുവ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വളരെയധികം ഈ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. പല കാലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് പരാജയം ഏറ്റുവാങ്ങുന്ന ആയിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു. അത് 1980 ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് പിന്നീട് ഉണ്ടാകുന്നത്. പിന്നീട് അന്ന് അദ്ദേഹം പരാജയപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള
കെ മുഹമ്മദ് അലിയോട് ആയിരുന്നു അന്ന് അദ്ദേഹം പരാജയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം 1982-ലും 87-ലും 91-ലും 2001 ഈ വർഷങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കുന്നത്തുനാട് നിന്ന് മത്സരിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത് ഈ വാഴക്കുളം മണ്ഡലത്തിൽ നിന്നാണ്. അതായത് ഈ കുന്നത്തുനാട് മണ്ഡലം തന്നെ വിഭജിച്ചാണ് പിന്നീട് വാഴക്കുളം മണ്ഡലം ഉണ്ടാകുന്നത്. ഈ മണ്ഡലത്തിൽ നിന്നാണ് പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിപ്പെടുന്നത്. ലക്ഷ്മി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.